അദ്ദേഹവും ഉമ്മയും ഭാര്യയും 3 മക്കളും പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചേരുകയാണ്. വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഈ ഒരു പ്രഭാതം അദ്ദേഹത്തെ സംബന്ധിച്ച് ഉള്ളത്. നേരത്തെ മാധ്യമങ്ങൾ കണ്ടപ്പോഴൊക്കെ അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തു. പോളിംഗ് ശതമാനം കൂടുന്നത് ഉടൻ ചെയ്യുമെന്ന പ്രതീക്ഷ, ഒപ്പം തന്നെ UDF മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന പ്രതീക്ഷ, സർക്കാരിനെതിരായിട്ടുള്ള ജനരോഷം വോട്ടായി മാറുമെന്ന പ്രതീക്ഷ, അങ്ങനെ ഒട്ടേറെ പ്രതീക്ഷകളുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ UDF സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം മാറുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടി 184 ബൂത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മയും ഭാര്യയും മക്കളും എല്ലാം കൂടെയുണ്ട്, കുടുംബം. അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് വരുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് വോട്ട് രേഖപ്പെടുത്താനായി വീട്ടിക്കുത്ത് സ്കൂളിലെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സകുടുംബമാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അനുമോദ്, രാവിലെ ഷൗക്കത്തിനെ കണ്ടപ്പോഴും വലിയ പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പോളിംഗ് ബൂത്തിൽ കാണുന്ന തിരക്ക്, അതായിരുന്നു അവരുടെ ഒരു ആശങ്ക. ജനങ്ങളുടെ പങ്കാളിത്തം കുറയുമോ എന്നൊരു പേടി. അതിന് പല കാരണങ്ങളുണ്ട്. ആ പ്രതീക്ഷ കാക്കുന്ന രീതിയിൽ തന്നെ ആളുകളുടെ ഒരു പങ്കാളിത്തം വോട്ടിങ്ങിന്റെ ആദ്യ മണിക്കൂറിൽ നമ്മൾ കാണുന്നില്ലേ? ശ്രീജ, നമ്മൾ രാവിലെ 7 മണിക്ക് ഈ പോളിംഗ് തുടങ്ങിയ സമയത്ത് പലയിടത്തും നീണ്ട ക്യൂ കണ്ടിരുന്നെങ്കിലും ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ പിന്നിടുമ്പോൾ, 1.25 മണിക്കൂർ പിന്നിടുമ്പോൾ സാഹചര്യം അല്പം മാറിയിട്ടുണ്ട്. തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് കനത്ത മഴ പെയ്തിരുന്നു നഗരസഭാ മേഖലയിലൊക്കെ. അതാകാം ഒരുപക്ഷെ ഈ ഒരു സമയത്ത് തിരക്കൽപ്പം കുറയാനുള്ള ഒരു കാരണം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിക്കുത്ത് സ്കൂളിൽ 4 ബൂത്തുകളുണ്ട്. 4 വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് നഗരസഭയിൽ ഞാൻ നിൽക്കുന്ന ഇടത്തുനിന്ന് കാണാൻ കഴിയുന്ന ഒരു കാര്യം. മഴ ഒരുപക്ഷെ ബാധിച്ചിരിക്കാം ഈ ഒരു അല്പസമയത്തേക്കെങ്കിലും എന്ന് വേണം കരുതുവാൻ. കനത്ത മഴയായിരുന്നു ഒരു അരമണിക്കൂർ മുൻപ് ഇവിടെ പെയ്തത്. അതായിരിക്കാം ഒരുപക്ഷെ ഇവിടേക്ക് ആളുകളെ എത്തിക്കുന്നതിൽ ഈ ഒരു സമയത്ത് തടസ്സമായിട്ടുള്ളാവുക. ഇപ്പോൾ ഇവിടെ ആര്യടൻ ഷൗക്കത്ത് വന്നപ്പോൾ ഒരു ആൾ പോലും ഇവിടെ വോട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാത്തു നിൽക്കാതെ വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു സൗകര്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് കയറിയിട്ടുണ്ട്. അദ്ദേഹം വോട്ട് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. നമുക്കറിയാം UDF സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയുള്ള ഒരു തെരഞ്ഞെടുപ്പ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മികച്ച വിജയം നേടി ആത്മവിശ്വാസത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുക എന്ന ലക്ഷ്യമാണ് UDF. നിലമ്പൂർ അവരുടെ മണ്ണായിരുന്നു. അത് തിരിച്ചുപിടിക്കാൻ ഷൗക്കത്തിലൂടെ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് UDF എപ്പോഴും പങ്കുവെക്കുന്നത്. ഒട്ടേറെ ഘടകങ്ങളുണ്ട് UDF സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാരിനെതിരായിട്ടുള്ളൊരു ജനവികാരമുണ്ട് എന്ന വിലയിരുത്തലാണ്. 9 വർഷം നീണ്ട ഇടതു സർക്കാരിൻ്റെ ഭരണത്തിനെതിരായിട്ടുള്ളൊരു വികാരം, അതിൻ്റെ ആൻറ്റി ഇൻക്യുമൻസി വേവ്, ഭരണവിരുദ്ധ തരംഗം അതുണ്ടാകുമെന്നൊരു വിലയിരുത്തലാണ് UDF അതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങൾക്കെല്ലാം അപ്പുറത്താണ് ഈ ഒരു ഭരണവിരുദ്ധ വികാരമെന്നും UDF വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ എതിർപ്പുകളെയും അടിയൊഴുക്കുകളെയും മറികടന്ന് ആര്യടൻ ഷൗക്കത്ത് വിജയം നേടുമെന്ന് UDF പ്രതീക്ഷിക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. മണ്ഡലത്തിൽ ചർച്ചയായ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറം ജനകീയ വിഷയങ്ങൾ ഒട്ടേറെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതിൽ മലയോര മേഖലയിലെ പ്രശ്നങ്ങളാവട്ടെ, അതുപോലെ തന്നെ പെൻഷൻ്റെ വിഷയങ്ങളാവട്ടെ, അതിനു പുറമെ രാഷ്ട്രീയ വിവാദങ്ങളും ജമാഅത്തെ ഇസ്ലാമിയുടെ ബന്ധം, ഏറ്റവും അവസാനം MV ഗോവിന്ദൻ മാസ്റ്ററുടെ വിവാദമായിട്ടുള്ള അഭിമുഖത്തിലെ RSSുമായിട്ടുള്ള സൗഹൃദം തുടങ്ങി ഒട്ടേറെ രാഷ്ട്രീയ വിഷയങ്ങൾ, അന്താരാഷ്ട്ര വിഷയങ്ങൾ, ഇസ്രായേൽ-ഇറാൻ യുദ്ധം വരെ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചയായി തീർന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ 23 ദിവസത്തിലധികം നീണ്ടുനിന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ജനമനസ്സിൽ എന്തായിരിക്കും ഉണ്ടാവുക? അവരെ നേരിട്ട് ബാധിച്ച പ്രശ്നങ്ങളാണോ അതോ ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉയർത്തിയ വിവാദങ്ങളാണോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതിന് 23-ാം തീയതി വരെ കാത്തിരിക്കണം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇവിടെ
രാവിലെ കണ്ട ആ ഒരു തിരക്ക്, ഒരു പോളിംഗ് ബൂത്തുകളിലേക്ക് ആളുകളുടെ ഒരു ഒഴുക്കുണ്ടായത് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനോട് പൊതുജനത്തിന് നിസ്സംഗതയില്ല എന്ന ആ ഒരു വിലയിരുത്തൽ തന്നെയാണ് പ്രാഥമികമായിട്ട് നടത്താൻ കഴിഞ്ഞത്. പക്ഷേ ഒരു മണിക്കൂറിന് ശേഷം സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇടയ്ക്ക് പെയ്തൊരു കനത്ത മഴ ഒരുപക്ഷെ അതായിരിക്കാം ജനങ്ങളെ ഈ ഒരു സാഹചര്യത്തിൽ അതൊന്ന് തടസ്സപ്പെടുത്തിയതെന്ന് വേണം കരുതുവാൻ. പോളിംഗ് ബൂത്തിന് പരിസരത്ത് നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും പുറത്തെത്തിയ ശേഷം അദ്ദേഹം പ്രതികരിക്കുമെന്ന് തന്നെ വേണം കരുതുവാൻ. അദ്ദേഹവും ഉമ്മയും വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയാണ്. സകുടുംബമാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. ഉമ്മയും ഭാര്യയും മക്കളുമൊക്കെ അടക്കം വോട്ട് ചെയ്ത് അദ്ദേഹം ഇപ്പോൾ മടങ്ങുകയാണ്. മാധ്യമങ്ങളെ നേരത്തെ കണ്ടിരുന്നു. എന്തായാലും വോട്ട് ചെയ്ത ശേഷവും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാനാണ് സാധ്യത. നേരത്തെ M സ്വരാജും ഏറ്റവും ആദ്യം തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. പ്രധാനപ്പെട്ട 2 സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി NDA സ്ഥാനാർത്ഥിയുണ്ട്. PV അൻവറിന് ഈ മണ്ഡലത്തിൽ വോട്ടില്ല. അതുകൊണ്ട് അൻവറിൻ്റെ വോട്ടിംഗ് ഇന്ന് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ അൻവർ എല്ലാ മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലേക്കും സജീവമായി സന്ദർശനം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി സംസാരിക്കും. നമുക്ക് വീണ്ടും പ്രതികരണത്തിലേക്ക് പോകാം. ആദ്യഘട്ടത്തിൽ താങ്കൾ പ്രതികരിച്ചു കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഇപ്പൊ ഒരു 2 ബൂത്തുകളിലെങ്കിലും താങ്കൾ സന്ദർശിച്ചു കഴിഞ്ഞല്ലോ, എന്താണ് പ്രതികരണം? എങ്ങനെയാണ്? നല്ല പ്രതികരണമാണ്. മഴയൊന്നും വാസ്തവത്തിൽ ഇതിനെ ബാധിക്കില്ല. മാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്റെ പിതാവില്ലാത്ത ആദ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പാണിത്. സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്റെ പിതാവിന്റെ കൂടെയാണ് ഞങ്ങൾ കുടുംബസമേതം വരുന്നത്. അത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ ID കാർഡ് പോലും അദ്ദേഹത്തിന്റെ സേഫ് കസ്റ്റഡിയിലാണ് ഉണ്ടാവുക. ഞങ്ങളെടുത്തൊന്നും ID കാർഡ് തരാൻ പോലും വിശ്വാസം ഉണ്ടാവില്ല. വോട്ടിങ്ങിന് വരുമ്പോൾ മാത്രം അന്ന് രാവിലെ എല്ലാവരുടെ ID കാർഡ് എടുത്ത് തരും, മക്കളുടെയും പേരമക്കളുടെയും ഒക്കെ. അതുപോലെ വോട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ID കാർഡ് അദ്ദേഹം തന്നെ, പിതാവ് തന്നെ വാങ്ങി അദ്ദേഹം ഭദ്രമായി സൂക്ഷിക്കും. ഞാനൊക്കെ ID കാർഡ് ചോദിച്ചാൽ എന്നോട് പറഞ്ഞു, നിനക്ക് ID ആധാറും ഇൻകം ടാക്സും അതേപോലെ ലൈസൻസും ഒക്കെ ഉണ്ടല്ലോ, ഇത് വോട്ട് ചെയ്യാൻ മാത്രം മതി, ഇതിവിടെ ഇരുന്നോട്ടെ എന്ന് പറയും. അങ്ങനെയാണ്. ഇന്ന് എന്റെ പിതാവില്ലാത്ത ആദ്യത്തെ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. സാധാരണ പിതാവിന്റെ കൂടെ വന്നിട്ടാണ് വോട്ട് ചെയ്യാറുള്ള കുടുംബസമേതം. അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. എന്തൊക്കെയായാലും ഒരു നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്.